ഈശ്വര, ഇന്നും അത് തന്നെ സംഭവിച്ചല്ലോ. സാവിത്രി, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞോട്ടെ, നീ എതിരൊന്നും പറയരുത്. ഈ കാലം വരെ നമ്മളെ കുഞ്ഞുങ്ങളെ ഞാൻ ഒന്നിനും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇനി ഈ വയസ്സാകാലത്ത് അച്ഛനൊരു ബാധ്യതയാണെന്ന് അവർക്ക് തോന്നാനും പാടില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. അപ്പൂപ്പൻ എന്താ അച്ഛമ്മയുടെ ഫോട്ടോയിൽ നോക്കി പിച്ചും പെയ്യും പറയുന്നേ? മോള് പോയിട്ട് അച്ഛനെ അമ്മനെ ഒന്ന് വിളിച്ചോണ്ട് പോവാം. എന്തോ സംഭവം ഉണ്ടല്ലോ അപ്പൂപ്പ. എന്റെ മക്കളെ ഒന്നും കാണാതെ ഈ അപ്പൂപ്പന് എത്ര കാലം ഇരിക്കാൻ പറ്റൂ? പക്ഷെ സാവിത്രി, ഞാൻ എടുത്ത തീരുമാനം തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ ഉനക്ക്? മോനെ, എടാ, അച്ഛനൊരു തീരുമാനം എടുത്തു. അച്ഛൻ്റെ കൂട്ടുകാരൊക്കെ മോനെ അറിയാലോ. അതിലിപ്പോ ആ ഭാഗവത നാരായണനും ഇവിടെ എവിടെയോ ഉള്ള ഒരു വൃദ്ധസദനത്തിലാണ്. അവിടെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലട്ടോ. പരമസുഖാന്നാട്ടോ പറഞ്ഞു കേൾക്കണത്. അച്ഛനിപ്പോ ഇങ്ങനെയൊക്കെ തോന്നാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഏയ്, ഒന്നുമില്ല എൻ്റെ മോളെ. കുറച്ച് ദിവസമായിട്ട് ഉറക്കമൊന്നായിട്ട് ശരിയാവുന്നില്ല. എനിക്ക് എന്തോ ഒരു പേടി പോലെ. ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഓരോ ചിന്തകളാ മനസ്സിൽ. മാത്രമല്ല, 4-5 ദിവസമായി അറിയാതെ കിടക്കയിൽ മൂത്രമൊഴിച്ചു പോകുന്നത്. ഇന്നും ഉണ്ടായേ. ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ, അതാ ഞാൻ പറഞ്ഞത്. അപ്പോ അച്ഛൻ പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ? അതേടാ, അതാ നല്ലത്. എത്രയും നേരത്തെ ആയാല് അത്രയും ബുദ്ധിമുട്ട് എൻ്റെ കുട്ടികൾക്ക് കുറയല്ലോ. അമ്മു, എന്നാ പിന്നെ അപ്പൂപ്പന്റെ മഹാഭാരതവും രാമായണവും പുതപ്പും വീഡിയോ ഒക്കെ അങ്ങോട്ട് എടുത്തോ. നീക്കി രാമായണം അതാ അവിടെ. അതാ അച്ഛൻ എണീറ്റ് പോരിട്ടോ, അവിടെ ഇരിക്കണ്ട. നീറ്റോ.